ഹലോ. അപ്പോൾ ഇനി നമുക്കും കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയുള്ള ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ? വാ. അപ്പോൾ അതെ, ഞാൻ അതിനായിട്ടൊരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ മീഡിയം സൈസിലുള്ള 3 സവാളയാണ് ഞാൻ എടുത്തത്. അത് നല്ലപോലെ തിന്നായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല, ഒന്ന് റഫായിട്ട് അരിഞ്ഞിട്ടിട്ട് അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള നല്ലതുപോലെ വാടി വരുന്നത് വരെ കൈയെടുക്കാതെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്കൊരു ചെറിയ സൈസ് കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് അതും കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കത്തില്ലല്ലോ അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ കൂടെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു വലിയ തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സവാള അരിഞ്ഞതുപോലെ തന്നെ തീരെ ചെറുതായിട്ട് അരിയണ്ട, എന്നാൽ ഒരുപാട് വലിയ കഷ്ണങ്ങളാവാനും പാടില്ല. അതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് സവാളയും തക്കാളിയും നല്ല പോലെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ചൂട് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ ഈ ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അത് അവിടെ ഇരിക്കട്ടെ. നമുക്കപ്പോൾ ദേ ദോശ ചൂടാം. തലേന്ന് രാത്രി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് പച്ചരിയും ഉഴുന്നും. പിന്നെ ഞാൻ ദോശ അരയ്ക്കുന്ന സമയത്ത് ഒരു പിടി ചെറുപയറും കൂടെ ഇട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ വേറെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നിങ്ങൾ അങ്ങനെ അല്ല ചെയ്യുന്നതെങ്കിൽ ഒന്ന് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ദോശയെക്കാളിലും എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങളും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ ദേ ദോശ ചുടുന്ന കാര്യം ഞാൻ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ പണിയിലേക്ക് കടക്കാൻ പോവാണ്. ഞാൻ അതേ നമ്മൾ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത ഒരു പാനില്ലായിരുന്നോ, അതിലോട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ സ്പൈസസ്, അതായത് ഗ്രാമ്പൂ, കറുവാപ്പട്ട, അതുപോലെ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പേസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാവേ. എന്നിട്ട് അത് നല്ലപോലെ വെന്ത് അതിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. ആ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്കിത് പൊടികളുടെ എല്ലാം പച്ചമണം മാറി വെന്ത് വരുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്തേക്കണേ. എന്നിട്ട് നമ്മൾ സവാളയും തക്കാളിയൊക്കെ അരച്ചെടുത്ത ജാറിലോട്ട് തന്നെ ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ. തിളപ്പിച്ച് വരുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഈ ഒരു ഗ്രേവി തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് 2 നുള്ളു പഞ്ചസാര. അത് നിങ്ങൾ എടുക്കുന്ന അളവ് പോലെ ഇരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ അത്രയും അളവിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 നുള്ളു പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മുട്ട പുഴുങ്ങിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പകുതി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ മുട്ടയുടെ അകത്തോട്ടുമൊക്കെ ഈ ഒരു മസാലയുടെ ഫ്ലേവർ കയറിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. മുട്ട മുറിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് ആ മസാലയൊക്കെ മുട്ടയുടെ മുകളിലോട്ടൊന്ന് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. മുറിച്ചാണ് ഇടുന്നെങ്കിൽ ഒരുപാട് ഇളക്കല്ലേ, മുട്ടയുടെ മഞ്ഞക്കരുമൊക്കെ മാറി വെല്ലടവും പോയി കിടക്കും. അപ്പോൾ നമ്മുടെ മുട്ടക്കറി നല്ല തിളച്ച് മറിഞ്ഞ് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ചൂട് ദോശയുടെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ നിങ്ങൾക്ക് ഇനി എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ കിട്ടുമെന്ന് എന്നോട് പറയണം കേട്ടോ.